ഹലോ ഗായ്സ്, എൻ്റെ പേര് അഖിൽ. ഇന്ന് ജൂലൈ 15-ാം തീയതിയാണ്. ഞാനിങ്ങനെ രാവിലെ മുതലൊരു നിഫ്റ്റിയിലൊരു ട്രേഡിന് വേണ്ടി ഇങ്ങനെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഈ ബാങ്ക് നിഫ്റ്റി എന്നൊരു നെഗറ്റീവ് ട്രെൻഡിലാണെങ്കിലും നിഫ്റ്റി പോസിറ്റീവ് ട്രെൻഡിലാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നിത് ബ്രേക്ക് ഔട്ട് ചെയ്യുമോ എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നെഗറ്റീവിലാണ്, 179. അപ്പോൾ നോക്കാം. ഞാനൊരു സെൽ പൊസിഷനാണ് നോക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നവരെ. ഞാനിത് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ദിവസമായിട്ട് നിഫ്റ്റി ഒരു ഡൗൺഫോളായിരുന്നു. ഞാൻ ഇച്ചിരി വലിയ ടൈം ഫ്രെയിം ഇട്ട് കാണിച്ചു തരാം. ഒരു 15 മിനിറ്റ് കിടക്കട്ടെ. കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡൗൺ ട്രെൻഡിലായിരുന്നു. പക്ഷേ നെക്സ്റ്റ് 2 വീക്കിന് ആയിട്ട് അപ്പ് ട്രെൻഡിലായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലൈനാണ് താഴെ വരച്ചേക്കുന്നത്. അതിനെ സപ്പോർട്ട് എടുത്താണ് ഇതുവരെ കയറി വന്നേക്കുന്നത്. മറ്റേത് ഡൗൺ ട്രെൻഡിൻ്റെ റിജക്ഷൻ ലൈനാണ്. പഴയ ടൈം ഫ്രെയിമിലോട്ട് മാറ്റാം. 3 മിനിറ്റ് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ അകത്ത് എൻട്രി എടുക്കും. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ക്യാൻഡലിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ എൻട്രി. ഈ ക്യാൻഡിൽ റെഡ് ആവുകയാണെങ്കിൽ ഞാനപ്പോൾ തന്നെ എൻട്രി എടുക്കും. അല്ല ഗ്രീനാണ് വന്നെങ്കിൽ ഈ ക്യാൻഡിൽ നേരെ ഇനി മേളിൽ റിജക്ഷൻ, യെല്ലോ ലൈനിലെ റിജക്ഷൻ അങ്ങോട്ടായിരിക്കും പോവുക. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുക്കില്ല. അപ്പോൾ ഇവിടെ ഇതൊരു റിജക്ഷനാണ്, അതായത് ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ഒരു പി പൊസിഷൻ ബൈ എടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ശരിക്കും എനിക്ക് എൻട്രിയുടെ പൊസിഷനാണ്. ഞാൻ എൻട്രി എടുത്താൽ എൻ്റെ ടാർഗറ്റ് വയ്ക്കുന്നത് 15,940 എൻ്റെ കയ്യിൽ ആകെയുള്ള ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 5,000 രൂപയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 രൂപ പ്രീമിയത്തിലുള്ള ഒരു പി പൊസിഷൻ, 15,800 ഒരു പി പൊസിഷനാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ബൈ ആക്കാം. ഏകദേശം മാർക്കറ്റിന് ഒരു ഫോൾ ആവാനാണ് ചാൻസ്. ഞാനിവിടെ നിന്നൊരു റീടെസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു റീടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആക്കാം മാർക്കറ്റ് താഴായിട്ട് പോരുമെന്ന്. നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ട്രേഡ് എടുക്കാൻ പോവാണ്. ഞാൻ ഫയേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. മേടിക്കാൻ പോകുന്നത് 15,800 പി ആണ്. ഒറ്റ ലോട്ടം എടുക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ അതിൻ്റെ പ്രീമിയം 67 രൂപയാണ്. ഇപ്പോഴത്തെ എന്തായാലും നമുക്കൊന്ന് മാർക്കറ്റ് നോക്കിയിട്ട് ഇപ്പം തന്നെ ബൈ എടുക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് ഫാൾ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് ബൈ എടുത്തേക്കാം. 15,800 പി, 78 രൂപ. ഓക്കെ, അതൊരു റീടെസ്റ്റാണ്. നമ്മളത് പേടിക്കുന്നില്ല. നമ്മൾ റീടെസ്റ്റിന് നമുക്ക് ഭയമില്ല. ഓക്കെ, 65, 35. ഓക്കെ, നമുക്ക് ബൈ എടുക്കാം. ഓക്കെ, ഓർഡർ പ്ലേസ്ഡ്. ഓക്കെ, ഇപ്പോൾ ബൈ ആയിട്ടുണ്ട്. നമുക്ക് എത്രയാണ് കിട്ടിയേക്കണേന്ന് നോക്കാം. എക്സിക്യൂട്ട്. ഓക്കെ, 65 രൂപ 90 പൈസയ്ക്കാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു മൈനസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 15,940 അത് ഇന്നത്തെ ഒരു പിവോട്ട് ലെവലാണ്. നോക്കാം. എന്തായാലും മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയതിനു ശേഷമാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ എന്തായാലും അപ്പ് പോവുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു റീടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ റീടെസ്റ്റ് വരെ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നില്ല. നോക്കാം എന്തായാലും നമുക്ക്. നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുത്തിരിക്കണം. ടാർഗറ്റ് കൊടുത്തില്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കണം. കാരണം മാർക്കറ്റ് എപ്പോഴെങ്കിലും ഒരു റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് മൊത്തം പോകും. നമുക്ക് കിട്ടുന്ന ലോസ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സമയം 1:15. ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ട്രേഡ് ചെയ്യുമായിരുന്നു, എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം 520 രൂപ, 65 രൂപ 90 പൈസയ്ക്കാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 10 രൂപ 75 രൂപ വരെ ഞാൻ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയി. ഏകദേശം 520 രൂപ എന്ന് പ്രോഫിറ്റ് കിട്ടി. ഇതിൻ്റെ അകത്ത് ഒരു ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു ട്രേഡിങ്ങിൻ്റെ ചാർജായിട്ട് വരുന്നത് ഏകദേശം 50 രൂപയാണ്. അപ്പോൾ 65-90 എടുത്തിട്ട് 76-നാണ് വിറ്റത്. അപ്പോൾ 50 രൂപ പോയി കഴിഞ്ഞാൽ തന്നെ 460-470 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ഇന്ന് ഞാൻ വേറെ ഓപ്പർച്യൂണിറ്റികളൊന്നും നോക്കുന്നില്ല. ഇന്നത്തേക്കുള്ള 5000 രൂപ ഇട്ടിട്ട് ഏകദേശം 10% നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ അടുത്ത ട്രേഡുമായിട്ട് പിന്നെ കാണാം.